ഇതിന്റെ അകത്തൊന്നുമില്ല. അതെ, എന്നാലും നവീന്റെ വീട്ടില് ഞങ്ങൾ വന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നവീന് തന്നെ എന്തൊക്കെയോ നവീൻ പേടിച്ചു പല്ലി പാറ്റായി എന്തോ ഉണ്ടോ ഞാൻ ഡൗട്ട് അടിച്ചിരിക്കണം. ഇനി ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങിക്കണ്ടപ്പോ ഞാൻ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കൊണ്ടേ വെച്ചോ, ഞാൻ അറിയാതെ അച്ഛനും അമ്മ എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും ഒപ്പിച്ചോന്നൊരു ഡൗട്ട്. പക്ഷെ നവീൻ ഞാൻ കേട്ട കാര്യമാണ്, നെറ്റിപ്പട്ടം ഭയങ്കരമായിട്ട് നവീൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അതാണ് എന്തോ നവീന്റെ ഒരു സക്സസിന്റെ. തീർച്ചയായിട്ടും നെറ്റിപ്പട്ടം നമ്മുടെ വീടിന്റെ മുമ്പിൽ വെക്കുന്നത് ഒരു ഐശ്വര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനച്ചന്തം, ആനക്ക് ഒരു ഭംഗി കൊടുക്കുന്ന നെറ്റിപ്പട്ടമാണല്ലോ. തീർച്ചയായിട്ടും ഉത്സവത്തിന്റെ കണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിലൊരു ഈ നെറ്റിപ്പട്ടം ഇവിടെ ചാർത്തിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? ഇത് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10-25 വർഷമായിട്ടുണ്ട്. ഇതോ 25 years ആയിട്ടുള്ള. പിന്നെ നമ്മളത് ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാ മാസവും നീറ്റാക്കി ക്ലീൻ ചെയ്യും. അല്ലേ എന്തൊക്കെയല്ലേ പറയണ്ടെന്ന്. അത് എത്ര നാളെ എനിക്കറിയില്ല സത്യം, എത്ര നാളായിട്ടാണ് അത് കട്ട് ചെയ്യൂ. അതെ, വീട്ടിലൊരെണ്ണം 10 കൊല്ലമായിട്ടേ ഉള്ളൂ. 10 കൊല്ലം. മസാലയാണ് നവീൻ നിങ്ങൾ ആഡ് ചെയ്യണത്. അല്ലെങ്കിലും ഇത് 20 കൊല്ലാന്ന് പറഞ്ഞാൽ പ്രേക്ഷകര് അടിക്കും. ഞാനൊന്ന് കൈന്നിട്ട് നോക്കി, പക്ഷെ പൊളിഞ്ഞായി. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. പക്ഷെ ഇല്ല ആന്റി, നമ്മൾ അങ്ങനെ കേട്ടു. അത് ഈ ഒരു നെറ്റിപ്പട്ട് അത് നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസം, ഇഷ്ടം, ഇത് പറയുന്ന പോലെയൊക്കെ ആയിരിക്കും. പക്ഷെ അത് വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഇപ്പൊ നവീന്റെ ലൈഫിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണോ വെണ്ണലയിലെ വീട്ടിലും നെറ്റിപ്പട്ടം വെച്ചത്? സത്യത്തിൽ നെറ്റിപ്പട്ടം ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഓക്കെ. പിന്നെ അതിന്റെ പുറകില് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു വിശ്വാസം കേട്ടോ. രമ്യ അങ്ങനെ പറഞ്ഞു. രമ്യയുടെ വീട്ടിലുണ്ടോ? എന്റെ വീട്ടിലുണ്ട്. അല്ല, അത് വെച്ചതിന് ശേഷം 2 അവാർഡൊക്കെ കിട്ടിയല്ലോ. അപ്പൊ പിന്നെ വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞാനത് എന്തുകൊണ്ട് വരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ മസാല ഇത്ര ഇട്ട മനുഷ്യനല്ലേ, ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസിൽ പോയിട്ട് ആൾക്കാർ പറയുന്നുണ്ട് എന്തൊരു എക്സ്പ്രഷൻ ആണ് നവീൻ ഇടുന്നത്, കൊടുക്കാനായിട്ട് അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. സത്യം വാക്കുകൾക്ക് വാക്കുകൾക്ക് ഭയങ്കര ക്ഷാമം. അവർ ഈ ഫ്രെയിമും കൂടെ എക്സ്പ്രഷനിലൂടെ ആയിരുന്നു അത് എന്താ പറഞ്ഞത് ഇതാക്കിയതാണോ പൊതുവെ. പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ആവശ്യമുള്ളതിനൊന്നും ചുണ്ടി എടുക്കൂല. ഇല്ല, അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ ഡെയിലി ബേസിസിൽ ചുണ്ടി ഉണ്ടാവില്ലേ? പിന്നെ അപ്പൊ ഇന്നിപ്പോ ചുണ്ടി എടുത്ത് എന്ത് കാര്യത്തിന്? ഇന്നിപ്പോ ഞാൻ ഇച്ചിരി ലേറ്റ് ആയി വരാം. അപ്പൊ അതിന് ചുണ്ടി എടുത്തു. അല്ല, എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക സമയങ്ങളിലും ഞാനാണ് ലേറ്റ് ആവുന്നത്. പുള്ളിക്കാരിയാണ് എപ്പോഴും അതിനെ കുറിച്ച് എപ്പോഴും എന്നാ അല്ല, ഒരു പ്രാവശ്യം നമുക്ക് തിരിച്ചു കൊടുക്കാൻ അവസരം കിട്ടും. കിട്ടിയൊരു അവസരം വരുന്നത്. അപ്പൊ ഞാനും ആലോചിച്ചു കിട്ടിയൊരു അവസരം വെറുതെ ആക്കിയില്ല. എന്താ ലേറ്റ്, അവർ എത്ര നേരം വന്നേക്കണെന്ന് അറിയോ? പുള്ളിക്കാരി അവിടെ എന്റെ താമസിക്കുന്ന വീട്ടിലായിരുന്നു. അപ്പൊ കൂട്ടാണ്ടങ്ങ് പോന്നു. കൂട്ടാണ്ട് പോന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂന് വേഗം വരണം എന്ന് പറഞ്ഞ് അപ്പൂ പറഞ്ഞു അല്ലെങ്കിൽ അല്ല, എന്നാലും നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ടേ ചുണ്ടി എടുക്കണ്ട, അല്ലെങ്കിൽ ഇമോഷൻസ് എല്ലാം ഇങ്ങനെ. ഞാൻ പറയില്ലേ, ബിഗ് ബോസ് എന്ന് പറയുന്നത് അവിടെ കൊണ്ട് ചുണ്ടി എടുക്കുക, അവിടെ കൊണ്ട് ബഹളം ഉണ്ടാക്കുക, അതല്ല. അതൊരു 35 ദിവസം അവിടെ നിന്ന് സമാധാനമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. 35ാമത്തെ ദിവസത്തിലൂടെ ആയപ്പോഴേക്കും എന്റെ സമാധാനമൊക്കെ പോയി. കാര്യം ആ ഒരു ഷോ അങ്ങനത്തെ ആണല്ലോ. നമ്മൾ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്നു, എത്രത്തോളം പ്രൊവോക്ക് ചെയ്യുന്നു, അതിന്റെ അപ്പുറമാണ്. ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു 30 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യമേ വൈഫിനോട് പറഞ്ഞിട്ടാ പോയത്, കൂടി പോയി 2 ആഴ്ച അതിന്റെ അപ്പുറം ഞാൻ നിക്കൂല എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത വാക്കുകൾ പറയായിരുന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അല്ല, എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനൊരു ഇതുണ്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ശ്രീനിഷ്, പേളി, മണി, പിന്നെ അതിൽ മണിക്കൂട്ടനൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, എന്റെ ബ്രോന്റെ സ്വഭാവം അവിടെ കാണിക്കരുത്, തിരിച്ചിറങ്ങേണ്ടതാണ്, തിരിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള സ്നേഹം കൂടി ഇല്ലാണ്ടാവൂട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാനാകെ ഞാൻ എന്താ പറയേണ്ടത്, അവിടെ പിന്നെ വേറെ സ്ക്രിപ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പിടിച്ചിങ്ങനെ നിന്ന് കാര്യം എന്താ പറയാ, എന്തെങ്കിലും ഒരു വാക്കിന്റെ വായിന്ന് വരും തെറിയായിട്ട്. പക്ഷെ ഒരു തെറി വന്ന അതിന്റെ ഉള്ളില് അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അത് ഞാൻ വളരെ പതുക്കെയാണ് പറഞ്ഞത്. പക്ഷെ എങ്ങനെയൊക്കെയോ എത്ര പതുക്കെ പറഞ്ഞാലും പറഞ്ഞിട്ട് സാധനം പുറത്തോട്ട് വന്നു.